ഈ സങ്കടകരമായ കാര്യം നടക്കുന്നതിനിടയ്ക്കുണ്ടായ അതിനേക്കാൾ സങ്കടകരമായ അല്ലെങ്കിൽ പ്രതിഷേധാർഹമായ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ റോം കത്തി എരിഞ്ഞപ്പോൾ നീറോ ചക്രവർത്തി വീണ വായിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഇത്രയും വലിയ ഒരു ദാരുണമായ സംഭവം ഉണ്ടാകുമ്പോൾ കൊല്ലത്തെ പ്രതിനിധീകരിക്കുന്ന കൊല്ലം ജില്ലയിൽ നിന്നുള്ള മന്ത്രി ജെ ചിഞ്ചുറാണി സൂംബ ഡാൻസ് കളിച്ചു എന്നാണ് കേൾക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളും വരുന്നുണ്ട്. അന്ന് റോം കത്തി എറിഞ്ഞപ്പോൾ നീറോ വീണ വായിച്ചെങ്കിൽ ഇവിടെ സൂംബ ഡാൻസ് കളിക്കാൻ കുറച്ചുകൂടി പുരോഗതിയുണ്ട്. സൂംബ ഡാൻസ് കളിക്കാൻ ചിഞ്ചുറാണിക്ക് എങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ് ഇന്ന് എറണാകുളത്ത് വെച്ചിട്ടാണ് തൃപ്പൂണിത്തുറയിലെ CPIയുടെ വനിതാ സമ്മേളനത്തിൽ ഈ സംഭവമൊക്കെ പരാമർശിച്ച് പ്രസംഗമൊക്കെ നടത്തിയതിന് ശേഷമായിരുന്നു ഈ ഡാൻസ് എന്നാണ് പറയുന്നത്. അതൊന്ന് കാണാം. അപ്പൊ അത് ആരെങ്കിലും അധ്യാപകരുടെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ കളിച്ച് ഇതിൻ്റെ മുകളിലൊക്കെ ചെന്ന് കയറുമ്പോൾ ഇത്രയും ആപൽക്കരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുമോ എന്ന് നമുക്കറിയുമോ? നമ്മളൊക്കെ അന്തിച്ചു പോകും. ഒരു കുഞ്ഞ് രാവിലെ സ്കൂളിൽ ഒരുങ്ങിപ്പോയ കുഞ്ഞാണ്. ആ കുഞ്ഞ് മരിച്ച് തിരിച്ചു വരുന്നൊരവസ്ഥ. ഒരുപക്ഷെ നമുക്ക് അധ്യാപകരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ അവിടെ കയറരുതെന്ന് സഹപാഠികൾ പറഞ്ഞിട്ട് പോലും അവൻ അതിനകത്ത് വലിച്ചു കയറി എന്നുള്ളതാണ് നമുക്കറിയുവാൻ. അങ്ങനെയുള്ള നിരന്തരം സംഭവങ്ങളാണ്. വെള്ളം എവിടെ കണ്ടാലും ഇന്ന് കുഞ്ഞുങ്ങളെല്ലാം കൂട്ടായി ചേർന്ന് വെള്ളത്തിൽ പോവുകയാണ്. അപകടത്തെക്കുറിച്ച് പ്രസംഗവും നടത്തിയതിന് ശേഷമാണ് എറണാകുളത്ത് പാർട്ടിയുടെ വനിതാ സംഗമ വേദിയിൽ വക്കായ്ക്ക് ചുവട് വെക്കുന്നത്. കൊല്ലം ജില്ലയിൽ നിന്നുള്ള മന്ത്രിയാണ് മന്ത്രി ജെ ചിഞ്ചുറാണി CPIയിലെ വനിതാ നേതാക്കൾക്കൊപ്പം ആ വേദിയിൽ സൂംബ ഡാൻസിന് ചുവടുകൾ വെച്ചത്. കുറച്ചധികം സമയം ആ പാട്ട് തീരുന്നത് വരെ ആ നൃത്തത്തിന് മന്ത്രിയും വനിതാ പ്രവർത്തകരും ചുവടുകൾ വെച്ചു. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷമാണ് അതേ വേദിയിൽ സംസാരിച്ചപ്പോഴാണ് രാഷ്ട്രീയ ഒക്കെ നടത്തി. അതിന്റെ ഏറ്റവും ഒടുവിലായാണ് മന്ത്രി ഈ സംഭവത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. വെറുമൊരു കളിയല്ല, അത് പന്ത് കളിയല്ല, അത് ചെരുപ്പ് കൊണ്ടുള്ള കളിയായിരുന്നു. അതിനിടയിൽ കളിച്ച് ചെരുപ്പ് ഷെഡിന്റെ മുകളിൽ ചെന്നു വീണു. ചെരുപ്പെടുക്കാൻ പോയപ്പോൾ കാല് തന്നെ കയറി പിടിച്ചത് ഈ ഇലക്ട്രിക് കമ്പിയിലായിരുന്നു. കുട്ടി മരിച്ചുപോയി. അത് അധ്യാപകരുടെ കുറ്റമൊന്നും അല്ലല്ലോ. ഇത്തരം സ്ഥലങ്ങളിൽ കുട്ടികൾ പോകുമ്പോൾ ആപൽക്കരമായ സംഭവങ്ങൾ ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ലല്ലോ. സഹപാഠികൾ കയറരുതെന്ന് പറഞ്ഞിട്ടും കുട്ടി അവിടെ വലിച്ചു കയറി. അത് അധ്യാപകരുടെ കുഴപ്പമല്ലല്ലോ എന്ന വിചിത്രമായ ന്യായം അവിടെ മന്ത്രി നടത്തുന്നുണ്ട്. കൊല്ലം ജില്ലയിൽ നിന്നുള്ള മന്ത്രിയാണ്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അടക്കം ആ സംഭവ സ്ഥലത്തെത്തി കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ തയ്യാറായപ്പോൾ വീഴ്ചയുണ്ട് എന്ന് പ്രാഥമിക കണ്ടെത്തൽ നടത്തിയപ്പോഴാണ് കൊല്ലം ജില്ലയിൽ നിന്നുള്ള അതേ മന്ത്രി ഇവിടെ തൃപ്പൂണിത്തുറയിൽ CPIയുടെ ഒരു വാചകത്തിൽ എന്ത് പറയാൻ കഴിയും? അതിനെ ഇത്രയും ഇൻസെൻസിറ്റീവ് ആവണമോ നമ്മുടെ മന്ത്രിമാർ? ഇതുപോലൊരു സംഭവം, നാടിനെ നടുക്കിയ ഒരു സംഭവം കേരളം മുഴുവൻ ഇന്ന് ഉച്ച മുതൽ അല്ലെങ്കിൽ ഇന്ന് 12 മണി മുതൽ കേരളം മുഴുവൻ ഈ വാർത്തയുടെ നെഞ്ചുരുക്കത്തിലാണ്. അക്ഷരാർത്ഥത്തിൽ മനുഷ്യർ മരിച്ച ആ കുഞ്ഞിനു വേണ്ടി കരയുമ്പോൾ പാർട്ടി സമ്മേളന വേദിയിൽ മന്ത്രി ഇതുപോലെ നൃത്തമാടി ഉല്ലസിക്കണമായിരുന്നോ എന്നുള്ളത് മന്ത്രി സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഈ അപകടം അറിയാതെയല്ല, ഈ അപകടത്തെ നിസ്സാരവൽക്കരിച്ച് പ്രസംഗിച്ചതിന് ശേഷമാണ് മന്ത്രിയുടെ സൂംബ നൃത്തം എന്നുള്ളത്. എത്ര കഷ്ടമാണ് ഇവിടുത്തെ അവസ്ഥ എന്നുള്ളതിൻ്റെ കൂടി സൂചനയാണ്.